CPM ഒരു ഹിന്ദു കാൻഡിഡേറ്റിനെ നിർത്തിയാൽ BJP ഒരു സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് വെക്കും. അവസാനം ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ നിർത്തുകയും ചെയ്യുമ്പോൾ അത് അവരെ സഹായിക്കാനാണെന്നും ഊഹിക്കുന്നതിൽ തെറ്റെന്നും പറയാൻ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം. അല്ലാതെ ഒരു നിമിഷം കഴിഞ്ഞ തവണ കിട്ടിയ പരമാവധി വോട്ട് 8500 ആണല്ലോ. ഹിന്ദു സ്ഥാനാർത്ഥിക്ക് പോയതിനു ശേഷവും കിട്ടിയ 8500 അല്ലേ? ആ വോട്ട് BJP കണ്ടാൽ മതി. അതെ, BJP ആ 8500 നോക്കൂ, കഴിഞ്ഞ തവണ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് പോയ 4000 വോട്ട് ഹിന്ദു സ്ഥാനാർത്ഥിക്ക് പോയി, VV പ്രകാശിന് പോയി. അപ്പൊ 12500 ആ 4000 സ്വരാജിന് വന്നാൽ പോലും ഈ 8500 അവിടെ കാണണ്ടേ? BJP 8500 വോട്ട് കാണണം. ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയാൽ ചിലപ്പോൾ അതിന്റെ ഗുണം ഇടതുമുന്നണി കൊണ്ടുപോകും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ 8500 അങ്ങനെ കണ്ടില്ല, ആർക്കറിയാം? 8500 തന്നെ നിലനിന്നാൽ ഞാൻ പറയില്ല അവിടെ ആ അർത്ഥത്തിൽ വോട്ട് മറിഞ്ഞു എന്ന് പറയില്ല. അത് തീർച്ചയായിട്ടും VV പ്രകാശിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത കമ്മ്യൂണിറ്റി വോട്ടുകൾ ഇത്തവണ സ്വരാജിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവിടെയും ആ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി വലിയ ശക്തമായ പ്രചരണം നടത്തിയെന്ന് നമ്മൾ ഓർമ്മിക്കണം. ആ ഘട്ടത്തിലും സ്വരാജിനെതിരെയുള്ള വലിയ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം സ്വരാജിലേക്ക് സംഭവിക്കാനുള്ള മറ്റൊരു റീസൺ കൂടിയുണ്ട്. കാരണം UDF ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി എന്ന പ്രചാരണം അത് ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കും. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അതിന്റെ അർത്ഥം BJP സഖ്യമുണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ BJP വോട്ടുകൾ മറിച്ചോ എന്നല്ല. അതൊരു സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ സ്ഥാനാർത്ഥി പറയുന്ന കാര്യം ഏറ്റു പറയുന്ന സ്ഥാനാർത്ഥി പറയുന്നതാണോ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്? അല്ല, സ്ഥാനാർത്ഥി പറയുന്നതിന് അപ്പുറം ആ സ്ഥാനാർത്ഥി കൃത്യമായ വിശദീകരണം പാർട്ടിക്ക് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ താങ്കളോട് പറഞ്ഞത്. സ്ഥാനാർത്ഥി നമ്മളോട് ഓപ്പണായി പറയുന്നു. നമുക്ക് കാത്തിരിക്കാം. BJPയുടെ ശത്രുവിന്റെ ശത്രു ആരാ? BJPയുടെ ശത്രു ആരാ? കോൺഗ്രസ്. അപ്പൊ BJPയുടെ ശത്രുവിനെയാണ് പിന്തുണച്ചിരിക്കുന്നത്. എന്താ സംശയം? അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തും BJPയുടെ രാഷ്ട്രീയ ശത്രു കോൺഗ്രസ് ആയിരുന്നു. ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ എല്ലാ കാലത്തും ആയിക്കൊള്ളുന്നില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടത് BJP ക്യാമ്പിലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കിയത് ഏത് പാർട്ടിക്കെതിരെ? BJP. തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണോ തോപ്പിക്കണോ ആര് ഭരണത്തിലോട്ടും തീരുമാനിക്കുന്നത് എത്ര പേർ ആരെയൊക്കെ കൊന്നു നോക്കിയിട്ടല്ല. അതല്ല രാഷ്ട്രീയം. അതല്ല രാഷ്ട്രീയം. ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിക്കണ്ട എന്നുള്ളത് പുതിയ കഥ വേറെയാണ്. വെള്ളാപ്പള്ളി നടേശനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ച പിണറായി വിജയൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ പൊന്നാടയിട്ട് ആദരിച്ച പിണറായി വിജയൻ ചമയ്ക്കുന്ന പുതിയ കഥയാണ്. ആ പുതിയ കഥയിൽ BJPയുടെ ശത്രുവിന്റെ തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് വോട്ടുകൾ എങ്ങോട്ടാ പോയത്? കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് അനുകൂലമായി പോയിട്ടുണ്ട്. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ആറ്റിങ്ങലില് CPM വോട്ട് അങ്ങോട്ടാ പോയത്. ആറ്റിങ്ങൽ CPM CPM വോട്ടിൽ എങ്ങോട്ടാ പോയത്? CPMന്റെ കണക്കുണ്ട്. രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ അല്ല. CPM വോട്ടുകൾ ചോർന്നു. അല്ലെങ്കിൽ CPM വോട്ടുകൾ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും തൃശ്ശൂരിലെ പല ഭാഗങ്ങളിലും CPMന് ചെയ്യേണ്ടിയിരുന്ന വോട്ടുകൾ ഈഴവ കമ്മ്യൂണിറ്റിയിലും നഷ്ടപ്പെട്ടു എന്നുള്ളത് ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ നഷ്ടപ്പെട്ടത് CPM വോട്ടുകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇപ്പൊ എന്താ BJP വോട്ടുകൾ ചോർന്നതിനെ കുറിച്ചാ? ആർക്ക് പോയി എന്ന് പറയും? BJP വോട്ടുകൾ ചോർന്നതിനെ കുറിച്ച് എന്റെ ചോദ്യം ആർക്ക് പോയി? BJP വോട്ട് പിടിച്ചു. വിയോജിപ്പുണ്ട്. അല്ല, ജിമ്മി ജെയിംസിന് കൊടുത്ത മറുപടി എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് ജിമ്മി ജെയിംസ് ചോദിച്ചത് എന്താണ്? ആ പോയ വോട്ട് എങ്ങോട്ടാ പോയത്? ആ പോയ വോട്ട് BJPയിലേക്ക് തന്നെയാണ് വന്നത്. വോട്ട്
വോട്ട് കിട്ടിയത് വി മുരളീധരനാണ് വോട്ട് കിട്ടിയത്. അത് ബൂത്ത് തിരിച്ചുള്ള കണക്കുകളുണ്ട്. അല്ല ബൂത്ത് തിരിച്ച് കണക്കെടുത്ത് നോക്കിയാൽ രണ്ടാം സ്ഥാനം നോക്കിയിട്ടാണ് വോട്ട് അല്ല പറയട്ടെ. 11 മണ്ഡലങ്ങളിൽ BJP ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത്. 11-ൽ 1, 8-ൽ 2. ആ 11ഉം LDF-ന്റെ ആണ്, അല്ലെങ്കിൽ CPIM-ന്റേതാണ്. കണക്കെടുത്ത് നോക്കൂ, കോൺഗ്രസിന്റെ അല്ല. നിങ്ങൾ കോൺഗ്രസിന്റേതാവുന്നത് ആകെ 40 സീറ്റ് വിജയിച്ച CPM-ന്റെ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ മണ്ഡലത്തിൽ എങ്ങനെ വരിക? അതല്ലേ സ്വാഭാവികമായിട്ട് വരിക. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? രാഷ്ട്രീയ സഖ്യത്തെ കുറിച്ചല്ലേ ജിമ്മി നമ്മൾ ചോദിക്കുന്നത്? BJP-യുടെ കേരളത്തിലെ രാഷ്ട്രീയ ശത്രു CPM അല്ലെന്ന് ജിമ്മി പറയുന്നത് എന്ത് ലോജിക്കല വെറുതെ? BJP-യുടെ കേരളത്തിലെ രാഷ്ട്രീയ ശത്രു CPM അല്ല എന്ന് പറയുന്നത് രണ്ട് ശത്രുക്കളുണ്ട്. രണ്ട് ശത്രുക്കളുണ്ട്. അതിൽ ഏറ്റവും മികച്ച ശത്രു ആരാ? ഏറ്റവും മികച്ച ശത്രു ഒരു സംശയം CPM ആണോ? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് തെരുവിൽ ഏറ്റുമുട്ടുന്നത് CPM-ഉം ABVP തമ്മിലാണ്. ഇപ്പോഴും സർക്കാർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ ഒരു പാർട്ടി ലെവലിൽ കൊണ്ടുവരല്ലേ? CPM-ന്റെ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ UDF-ലേക്ക് പോയിട്ടുണ്ട് എന്നൊരു സ്ഥാനാർത്ഥി പറയുന്നതിനെ ജിമ്മി കണക്കിലെടുക്കുന്നില്ല. നമ്മുടെ ചർച്ച തുടങ്ങി അവിടുന്നല്ല. സ്ഥാനാർത്ഥി പറഞ്ഞതാണോ? ആ സ്ഥാനാർത്ഥി പറഞ്ഞത് നിങ്ങൾ അങ്ങനെയല്ല. എങ്ങനെയാണ് BJP ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ മടിച്ചത്? അതിനുശേഷം എങ്ങനെയാണ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നത്? അവിടുന്ന് ചർച്ച സ്ഥാനാർത്ഥി എന്താ പറയുന്നത്? വോട്ട് പോയത് അങ്ങോട്ടാ UDF-ന് പോയെന്നാ പറഞ്ഞത്. എന്റെ പ്രശ്നം അതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരു സ്ഥാനാർത്ഥി പറഞ്ഞത് മാത്രമല്ല, കേരള സ്ഥാനാർത്ഥി വന്ന് പറയുന്നു എന്റെ വോട്ടുകൾ പോയിരിക്കുന്നത്, എനിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ പോയിരുന്നത് UDF-ലേക്കാണെന്ന് പറഞ്ഞു. സ്മൃതി ജിമ്മിയും പറയുന്നു അങ്ങനല്ല, ആ സ്ഥാനാർത്ഥിയെ നിർത്തിയത് LDF-ന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. എങ്കിൽ അത് സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യം ഞാൻ മുഖവിലേക്ക് എടുക്കാതിരിക്കുന്നില്ല. പക്ഷേ അതിലും വലിയ ചിത്രം കാണാതിരിക്കരുത്. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം BJP സ്ഥാനാർത്ഥിയെ വെക്കാൻ മടിച്ചതും അതിനുശേഷം ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നതും ഹിന്ദു വോട്ടുകൾ കാര്യമായി സ്വരാജിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതിനും പിന്നിൽ ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. BJP സ്ഥാനാർത്ഥി പറഞ്ഞ ഈ കാര്യം നാളെ ഇടതുമുന്നണി ഉപയോഗിക്കുമായിരിക്കും സ്വരാജ് ജയിച്ചില്ലെങ്കിൽ. അതൊക്കെ ശരി, അതൊക്കെ നടന്നോട്ടെ. പക്ഷേ ശത്രുവിന്റെ ശത്രു എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിലെ നിർണായകമായ സാധനമാണ്. ജിമ്മിയെ സംബന്ധിച്ച് BJP-യുടെ ശത്രു കോൺഗ്രസ് ആണ്. പക്ഷേ നോക്കൂ, BJP കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സഖ്യം കൂടിയിട്ടുള്ളതും ഇതേ കോൺഗ്രസുമായിട്ട്. അത് പഴയ കാലമാണ്. പുതിയ കാലത്ത് എങ്ങനെയാണ് നമുക്ക് ചർച്ച ചെയ്യാം. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമാണല്ലോ പ്രധാനമായിട്ടും അലയടിക്കുന്നത്. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ആണല്ലോ, BJP പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണല്ലോ. BJP പ്രതീക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസ് ഒരു ഉപതെരഞ്ഞെടുപ്പിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഏത് മൂന്നാമത്തെ പാർട്ടിക്കും തോന്നുന്നത്. അത്രയേ BJP പാലക്കാട് രണ്ടാം സ്ഥാനത്ത് വന്നതാരാ? എല്ലാ കാലത്തും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചത് നേരത്തെ BJP-ക്ക് പോയ വോട്ടുകൾ കൂടി കിട്ടിയിട്ടല്ലേ? എങ്ങനെ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് നേരത്തെ BJP-ക്ക് പോൾ ചെയ്ത വോട്ടുകൾ കൂടി കിട്ടിയിട്ടില്ല. ശത്രുവായതുകൊണ്ടാണ്. ഗ്രാസ് റൂട്ട് ലെവൽ, നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ പാലക്കാട് പറഞ്ഞു കഴിഞ്ഞില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ മൂവ്മെന്റുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ വിശാലമായ ഒരു ഐഡിയ ആണ് പറഞ്ഞത്. ചരിത്രം ലോജിക്കില്ല. അല്ല സ്മൃതി, ആ ഐഡിയക്ക് ചരിത്രത്തിന്റെ പിന്തുണയില്ല, വർത്തമാനകാലത്തിന്റെ പിന്തുണയില്ല.
പാലക്കാട് പറയൂ. പാലക്കാട് പറയൂ. പാലക്കാട് പറയൂ. ഈ 50 വർഷം പിന്നോട്ട് പാലക്കാട് ചരിത്രം എന്താണ്? പാലക്കാട് കോൺഗ്രസിനെ തോപ്പിക്കാൻ CPM വോട്ട് എന്തിനാണ് ചെയ്തോ? ദീപമന്ത്രി ഓർമ്മിപ്പിച്ചത്? പാലക്കാട് കോൺഗ്രസിനെ തോപ്പിക്കാൻ CPM വോട്ട് ചെയ്തോ? BJP? ഗ്രാസ് റൂട്ട് ലെവലിൽ കഥ വേറെയായിരുന്നു ശരി. എന്ത് കഥയാണ്? എന്ത് അവിടെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ 16,000 വോട്ടിന് ജയിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാ വോട്ട് കിട്ടിയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കടന്നു കയറിയത് BJP വോട്ട് അരുണേ, ഞാൻ കിട്ടിയത്. തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർത്താൻ മടിച്ചത് BJP? ആദ്യം BDJs കൊടുത്തു. കേട്ടില്ല. BDJs വേണ്ടെന്ന് പറഞ്ഞു. BJP-ലേക്ക് പോയി. അവിടെ ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോളിഡേഷൻ. ഒരു നിമിഷം. മലയോര കർഷകരിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോളിഡേഷൻ BJP-ക്ക് കിട്ടുമെന്ന് കരുതി 12,500 എന്ന അവരുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് 12,500 എന്ന വോട്ടിൽ നിന്ന് ആ വോട്ട് കൂട്ടാമെന്ന് BJP കരുതി. അതാണ് പാളീസായി പോയത്. അവർ UDF-ന് വോട്ട് കൊടുത്തു എന്നാണ് ഇപ്പോൾ BJP പാലക്കാട് UDF-ന് വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? BJP ജയിക്കുമെന്ന് കരുതുന്ന സ്ഥലമാണ് പാലക്കാട്. എന്താണ് സ്മൃതി? അവരുടെ കണക്ക് എന്താ പറയുന്നത്? ബിജെപിയുടെ തന്നെ സ്റ്റഡി റിപ്പോർട്ട് എന്താ പറയുന്നത്? BJP-ക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് പോയി. വോട്ടുകൾ വന്നാൽ BJP വോട്ടല്ല അത്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ സഖ്യം എന്ന് പറയുമ്പോൾ അത് CPM-ലേക്ക് പോയിട്ടില്ല. സഖ്യം നല്ല അത് പോയത് എവിടെയാ? അത് UDF-ലേക്കാ പോയത്. അത് BJP UDF സഖ്യമല്ല. അവിടെ രാഷ്ട്രീയ ശത്രു, BJP-യുടെ രാഷ്ട്രീയ ശത്രു കോൺഗ്രസും CPM-ഉം ഒരേപോലെയാണെന്ന മട്ടിലാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനി ചേലക്കരയിൽ എങ്ങനെയാ 17,000 വോട്ടായിട്ട് 12,000 വോട്ടിൽ LDF ജയിച്ചില്ലേ? അവിടെ BJP-യുടെ വോട്ട് കൂടിയില്ലേ? ആ BJP വോട്ട് കുറയുകയാണോ ചെയ്ത്? ആണോ സുജയ? BJP വോട്ട് കൂട്ടിയല്ലേ ചെയ്ത്? ശരി അപ്പൊ വർത്തമാനകാലത്തിൽ ചേലക്കര പാലക്കാട് ചരിത്രത്തിൽ 1960 മുതൽ ഇന്നോളം ഒരിടത്തും അന്ന് മുതൽ ഇന്നോളം BJP-യും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിജയിക്കാനും വോട്ട് ഉയർത്താനും വേണ്ടിയാണ്, അല്ലാതെ ഇടതുപക്ഷത്തെയും എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഒരു നിമിഷം വഴങ്ങി ഒരു കാര്യം കൂടെ പറയാം. 2016-ൽ BDJs-ന്റെ സ്ഥാനാർത്ഥി വന്നപ്പോൾ 12,000 വോട്ട് പിടിക്കുകയും അതിനുശേഷം BJP സ്ഥാനാർത്ഥി വരുമ്പോൾ അത് 8,000-ആയി മാറുകയും ഒരു തവണ കൂടി വീണ്ടും ഒരു പരീക്ഷണം നടത്തുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിപരമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമായിരുന്നെങ്കിൽ അത് ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ആകുമായിരുന്നില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒരു കാരണവശാലും BJP-യുടെ കയ്യിൽ നിന്ന് വോട്ടുകൾ ചോർന്നു പോകുന്നവർക്ക് മനസ്സിലായെങ്കിൽ അത് അവർ ചെയ്യില്ല എന്ന് മാത്രമല്ല ഒരു തവണ കൂടി സാമാന്യത്തിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കും. വീണ്ടും പറയുകയാണ്, ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ, അതോ CPM വീണ്ടും അധികാരത്തിൽ വന്നാൽ ഏതിലായിരിക്കും BJP-ക്ക് സാധ്യത? അതിന്റെ പേരിൽ CPM BJP-യുമായിട്ട് ബന്ധമുണ്ട് എന്ന മട്ടിലേക്ക് എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാം? ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. BJP-യുടെ വോട്ട് എങ്ങോട്ട് പോയി? ഒറ്റ പ്രശ്നം, CPM-ന്റെ വോട്ട് എങ്ങോട്ട് പോയി? BJP-യുടെ വോട്ട് എങ്ങോട്ട് പോയി? ഒറ്റ പ്രശ്നം. BJP സ്ഥാനാർത്ഥി എന്റെ വോട്ടുകൾ UDF-ന് പോയി എന്ന് പറഞ്ഞതുകൊണ്ട് നാളെ BJP-യുടെ പ്ലാൻ ആയിരുന്നു എന്ന് പറയരുത്. ഇനി ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി. അത് BJP സ്ഥാനാർത്ഥി തന്നെ സമ്മതിക്കല്ലേ എനിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ UDF-ലേക്ക് പോയി? അത് പ്ലാൻ ആണെന്ന് പറയുന്നത് 100% ആണോ? ഒരു കാര്യം കൂടി ചോദിക്കാം. BJP സ്ഥാനാർത്ഥി എടുത്തത് ഏത് മുന്നണിന്നാ? കേരള കോൺഗ്രസ്. അതുകൊണ്ടെന്താ? അത് UDF അല്ലേ? അതുകൊണ്ട് അങ്ങനെ ആരൊക്കെ എവിടെ വിശ്വനാഥ മേനോൻ നിങ്ങളുടെ പാർട്ടിക്കാരനായിരുന്നു. എങ്ങനെ BJP സ്ഥാനാർത്ഥിയായത്? ഞാനും പറയാം. ഈ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ സരിനെ എടുത്തത് കോൺഗ്രസിൽ നിന്നാണല്ലോ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിപ്പിക്കാൻ CPM അങ്ങോട്ട് വോട്ട് കൊടുക്കുമായിരുന്നു.